സാറേ, സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഇങ്ങനെയാണ്. അതായത്, നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഡാർക്ക് വെബിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ വെർച്വൽ അറസ്റ്റിലാണ്. ഇപ്പോൾ പുതിയ അറസ്റ്റാണ് വെർച്വൽ അറസ്റ്റ്. മുറിക്കകത്ത് തന്നെ പൂട്ടിയിടുക, പിന്നീട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ബംഗാളിൽ നിന്നുള്ള തട്ടിപ്പുകാരനാണ് ഈ ഫോണിൽ വിളിക്കുന്നത്. വിളിച്ചത് പക്ഷേ അയാൾ മാറിപ്പോയി. അയാൾ വിളിച്ചത് SI ആണ് വിളിച്ച് വരട്ടിയത്. SI തന്ത്രപരമായി ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് അയാൾ ഭയപ്പെട്ടതുപോലെ അഭിനയിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇയാൾ ഈ വിളിച്ച ആളിനെ അയാളുടെ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്ത് കാണിക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലാണല്ലോ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വേഷം കണ്ടതോടുകൂടി വിളിച്ച ആൾ അപ്പോഴേ രക്ഷപ്പെട്ടു. അത് വെർച്വൽ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് തൃശ്ശൂർ സിറ്റി സൈബർ പോലീസ് SI ഫ്രീസ്റ്റോയുടെ മൊബൈൽ ഫോണിലേക്കാണ് ബംഗാളിൽ നിന്ന് തട്ടിപ്പുകാരൻ്റെ വിളിയെത്തിയത്. അപ്പം ഫ്രീസ്റ്റോ ഈ ക്യാമറ ദൃശ്യമെല്ലാം ഓഫ് ചെയ്ത ശേഷം വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു. പോലീസിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഡാർക്ക് വെബിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ വിരട്ടലെല്ലാം നടത്തി. സാധാരണ ഇവർ അങ്ങനെ തന്നെയാണ് ആളുകളെല്ലാം വിരട്ടുന്നത്. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ്, എങ്ങോട്ടും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പണം തട്ടുന്നത്. എന്തായാലും തട്ടിപ്പുകാരൻ പെട്ടു. ആദ്യമായിട്ടായിരിക്കും അയാൾ ഒരു SI വിളിച്ച് വരട്ടുന്നത്. ഇത് ഇങ്ങനെ വ്യാപകമാണ് ഈ സൈബർ പുതിയ രീതിയിലുള്ള വെർച്വൽ തട്ടിപ്പ്, വെർച്വൽ അറസ്റ്റ്. അത് ഈ ആളുകൾക്ക് പക്ഷേ ഇപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പല പ്രമുഖരും, നമുക്കറിയാം, ഈ നമ്മുടെ ഒരു ജെറി അമൽദേവ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിനെ ഇതുപോലെ വെർച്വൽ അറസ്റ്റ് ആക്കിയിട്ട് അദ്ദേഹം നേരെ ഓടി വരുന്നത് ഫോണുമായിട്ട് ബാങ്കിലേക്കാണ് വരുന്നത്. 15 ലക്ഷമോ മറ്റോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കിലിരുന്ന ബാങ്ക് മാനേജർക്ക് സംശയം തോന്നിയിട്ടാണ് അത് തടഞ്ഞത്. അല്ലെങ്കിൽ ആ 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയേനെ. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾക്ക് ഒരു ഇതിനെക്കുറിച്ചൊരു അവബോധം ഇനിയും കൊടുക്കേണ്ടതുണ്ടോ? നമ്മൾ ഏത് സാങ്കേതികവിദ്യ വന്നാലും, ഇപ്പോൾ ആറ്റം കണ്ടുപിടിച്ചു, നാഗസാക്കി ഇൻസ്ട്രുമെൻ്റ് ഇടാനല്ലല്ലോ അത് കണ്ടുപിടിച്ചത്, കത്തി കണ്ടുപിടിച്ചു, ആരെയും കുത്താനല്ല എന്ന് പറഞ്ഞാൽ ഏത് സാങ്കേതികവിദ്യ വന്നാലും ചെറു വിദ്വാൻമാർ ദുരുപയോഗം ചെയ്യും, അതിന് മറുവശം ചാടികളെ പെട്ടെന്ന് അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. സൈബർ ലോകത്തെക്കുറിച്ചാണ് ചോദിച്ചത്. വലിയ ചതിയാണ് ഇരിക്കുന്നത്. ഇതിനേക്കാൾ ഒരു ചതി, ഒരു ചതി വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് ഈ അറസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭയക്കുമല്ലോ. നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ പോലീസ് പിടിക്കും, അതാണ് പറയുന്നത്. വെർച്വൽ അറസ്റ്റിൽ പറയുന്നത് എന്താണ്? നിങ്ങളവിടെ ഇരുന്നോണം, ഇരുന്ന് നിങ്ങളെ റൂം തുറന്നിറങ്ങിയാൽ നിങ്ങൾ ആര് കൊണ്ടുപോകും? പോലീസ് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ അറസ്റ്റിൽ അവിടെ ഇരിക്കണം, വീട്ടിനകത്ത്. അപ്പം ഞാൻ പേടിച്ച് പുറത്തിറങ്ങാതിരുന്ന അറസ്റ്റിലാണല്ലോ, ഞാൻ തടവറയിലിരിക്കുന്ന പോലെ. ഇതുപോലെ പ്രധാനമാണ് ഈ ലോൺ എടുക്കുന്ന കേസുകൾ. ഈ പ്രൈവറ്റ് ബാങ്കുകൾ ചെയ്യുന്നൊരു പണിയുണ്ട്. ഞാൻ നേരത്തെ ഡയറക്ടറായിരുന്നപ്പോൾ എൻ്റെ ഡ്രൈവർ ലോൺ എടുത്തായിരുന്നു. യഥാർത്ഥ ഡ്രൈവർ ലോൺ എടുത്തതിൽ എൻ്റെ പേരൊന്നുമില്ല, എൻ്റെ പേരുമില്ല, ജാമ്യമൊന്നുമില്ല. ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് പെട്ടെന്ന്, താങ്കൾ അടിയന്തരമായി ഇത്ര രൂപ അടച്ചില്ലെങ്കിൽ ഉടനെ തന്നെ താങ്കൾ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കേസ് കൊടുക്കും, അറസ്റ്റല്ല കേസ് കൊടുക്കും. ഞാനത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും ഇതുപോലെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ ഇന്നാളെന്ന് അറിയാം എൻ്റെ ഡ്രൈവറെ പേര്, താങ്കളുടെ ഓഫീസ് ഇവിടെ അല്ലേ, എല്ലാം എന്നെക്കാൾ അദ്ദേഹം ബാംഗ്ലൂർ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞാൻ അതെല്ലാം കറക്റ്റാണ്, ഇതെല്ലാം അയാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അതുവരെ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി. കാര്യം നമുക്ക് മെസ്സേജ് കിട്ടും, ഈ സൗണ്ട് കിട്ടുമല്ലോ റെക്കോർഡ് ചെയ്യുമ്പോൾ. അവസാനം വീണ്ടും 2 ദിവസം വീണ്ടും എന്നെ വിളിച്ചിട്ട് ഈ റെക്കോർഡ് ചെയ്ത് തന്നെ ആദ്യം കേൾപ്പിച്ചു. വാട്സപ്പിൽ അയച്ചു വന്നു, ഇതെല്ലാം താങ്കൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അഡ്രസ്സ് കൊടുത്തു, അത് ആധാറിൽ നിന്ന് കിട്ടി. ഈ ആധാർ എന്ന് പറയുന്നത് സാറിൻ്റെ അഡ്രസ്സ്, എൻ്റെ അഡ്രസ്സ്, ആധാർ കിട്ടി. അപ്പോൾ ഇത് ആരോ ചതിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു ഇതിനകത്ത്, വേറെ ഇടയ്ക്ക് നിന്ന്. കാരണം ആധാറൊക്കെ നമ്മൾ പലയിടത്തും കൊടുക്കുകയും പലയിടത്തും കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ആ വിവരങ്ങൾ ചോരാൻ എൻ്റെ നമ്പർ നോക്കി വെച്ചാൽ, ഒരാളിനിപ്പോൾ ഒരു ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ അയാൾക്ക് നമ്പർ നോട്ട് വെച്ച് എഴുതിയെടുത്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഫോക്കസുകളാണ്, മനസ്സിലായി. അകത്തും ആൾ കാണും, ഇതിനകത്തെല്ലാം ആൾ കാണും. ഇവരിതെടുത്ത് വെച്ചിട്ട് പൈസ അടച്ചില്ലേ പ്രശ്നമെന്ന് പറയും. ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഹാർഷായി, എൻ്റെ ഡയലോഗ് ഹാർഷായി. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ DGPക്ക് പരാതി കൊടുക്കും എന്നുള്ളതിന് ഞാൻ വളരെ ഹാർഷായപ്പോൾ അയാൾ എന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് ഒരു കൺസെഷൻ തരികയാണ്. എങ്ങനെ സാറ് പാർഷ്യൽ ഇപ്പോൾ അടച്ചാൽ മതി, കുറച്ച് പൈസ ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ ഇതായി. അപ്പോൾ ഞാൻ ഡ്രൈവറെ വിളിച്ച് ചോദിച്ചു. ബട്ട് പിന്നെ ഡ്രൈവറല്ലാതെ പോയി, അയാൾ കോൺട്രാക്ട് എംപ്ലോയി ആയതുകൊണ്ട് അയാൾ പോയി. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു വലിയ തട്ടിപ്പാണ്. അതുപോലെ വെർച്വൽ അറസ്റ്റ് വേറെ തട്ടിപ്പാണ്. പിന്നെ നമ്മുടെ അപരിതമായ നമ്പറിൽ നമുക്ക് ഫോൺ വരും. ആ ഫോൺ നമ്മൾ എടുക്കും. കൂടുതലും കേരളത്തിൽ തന്നെ 10 നമ്പർ ആയിരിക്കില്ല അതിനകത്ത് കാണുന്നത്. 10 നമ്പർ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. നമ്മൾ സാധാരണ 10 നമ്പർ, ഇത് അതിനേക്കാൾ കൂടുതൽ നമ്പർ കാണും അതിനകത്ത്. ഇത് ഇൻ്റർനാഷണൽ അല്ലാതെയൊക്കെ വിളിച്ചിട്ട് പിന്നെ എന്ത് തരും നമുക്ക്, നമ്മളെ നമ്പറും ഡീറ്റെയിൽസൊക്കെ അവരെടുക്കും. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ, നമ്മളെ
നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എടുക്കുകയും ചെയ്യുന്നു. പിന്നെ വേറെ സംവിധാനമുണ്ട്. അതിപ്പോൾ എടുക്കുക അടുത്ത ദിവസം ഞാൻ പറഞ്ഞപ്പോൾ നന്നായി, നമ്മളെ ഇൻ്റർവ്യൂവിൽ എന്നെ തന്നെ വിളിച്ചാൽ നന്നായി. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു വോയിസ്, ഒരു ലേഡിയുടെ വോയിസാണ്, ഒരു ഫോറിൻ ലേഡിയാണ്, കേട്ടാൽ തന്നെ അറിയാം. മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഓഫറാണ്, ക്വാളിഫിക്കേഷൻ വേണ്ട, നിങ്ങൾ കമ്പ്യൂട്ടർ ഒന്ന് അറിയുക, ഇംഗ്ലീഷ് ലാംഗ്വേജും ചെറുതായിട്ട് അറിയുക, ലാംഗ്വേജ് ഞങ്ങൾ സഹായിച്ചു തരാം, നിങ്ങൾ മലയാളത്തിൽ ചെയ്താലും മതി, ഞങ്ങൾ തരാം. ഈ ബിസിനസ്സാണിത്, ഭയങ്കര തട്ടിപ്പാണത്. അപ്പോൾ നമ്മൾ വീഴും. സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് 40,000 ഉണ്ടാക്കാം, 1 ലക്ഷം ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പൈസ എത്രയും ഉണ്ടാക്കാൻ പറ്റുമോ? വീട്ടിലിരുന്ന് എങ്ങും പോണ്ട, വീട്ടിലിരുന്ന് സമ്പാദിക്കാം. നിങ്ങൾ എങ്ങും പോണ്ട, ഒറ്റ സ്ഥലത്തും പോണ്ട, നിങ്ങൾ വീട്ടിൽ സമ്പാദിക്കാം. നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും മാത്രം മതി. ഇതുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരല്ല ഇപ്പോൾ ഇത് കാണാത്ത. അപ്പം ആ തരത്തിൽ. പിന്നെ വേറെ ഒരു ടീമുണ്ട്, വേറെ അത് നല്ല രസമാണ്. നിങ്ങൾക്ക് ജോലി തരും. ഞാൻ ഇപ്പോൾ എന്നോട് ഇത് പറയാം, ജോലി തരും, പക്ഷേ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ആദ്യം അടയ്ക്കണം. അത് തുടക്കത്തിലേ പറയത്തില്ല. നമ്മളുമായിട്ട് ഡയലോഗുകൾ വന്ന് നമ്മളിലൊരു വിശ്വാസ്യത വരുമല്ലോ. നിങ്ങൾ സർട്ടിഫിക്കറ്റ് അയച്ചു തരൂ, ഇങ്ങനെ ഒരു വിശ്വാസ്യത വരുത്തും നമ്മളുമായിട്ട്. പിന്നെ കിട്ടിയവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് അയച്ചു തരും. ഇതെല്ലാം അയച്ചു തന്നൊരു വിശ്വാസ്യത വന്നാൽ ഉടൻ അവരെന്ത് ചെയ്യും? ഒരു ചെറിയ ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ് നിങ്ങൾ ഇടാൻ പറയും, അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറയും. അത് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വേണം അടയ്ക്കാൻ. ഗൂഗിൾ പറ്റത്തില്ല, ഗൂഗിൾ സംവിധാനമൊന്നുമില്ല. ബാങ്കിൽ പോയി അടച്ചിട്ട് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി ജോലി കിട്ടാനൊക്കെ അല്ലേ ഇടും. പിന്നെ ജന്മകാലത്ത് വിളിച്ചാൽ ആ ഫോൺ എടുക്കത്തുമില്ല, നമ്മളുമായിട്ട് കണക്ഷൻ കാണത്തില്ല. ഇത്തരത്തിൽ ജോലി തരാമെന്ന് പറഞ്ഞ്, ലോൺ എടുത്തു എന്ന് പറഞ്ഞ്, ജാമ്യം നിന്നു എന്ന് പറഞ്ഞ്, നിങ്ങൾ ജാമ്യം നിന്നു എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഇരിക്കുകയല്ലേ, ജാമ്യം നിന്നു എന്ന കാര്യം. പിന്നെ അവിടെ അവർ തകരാറ് തരും. ഡിജിറ്റൽ ഒപ്പിൻ്റെ കാലമാണ് ഇപ്പോൾ. ഒരാളുടെ ഒപ്പ് പിടിക്കാൻ അയാൾ മാനുവലായിട്ട് ഒപ്പിടണമെന്നില്ല, ഡിജിറ്റൽ ഒപ്പിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ ഡിജിറ്റൽ ഒപ്പും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഈ ഓഫീസിൽ നിന്നൊക്കെ എടുക്കാനൊക്കെ, കമ്പനിയിൽ നിന്നൊക്കെ എടുക്കാൻ എളുപ്പമാണ്, ഫോക്കസ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇനി ഒരു സാധനമുണ്ട്, നൈജീരിയ. അതിൽ ഞാൻ പെട്ടു, ശരിക്കും പറഞ്ഞാൽ പെട്ടു എന്ന് തന്നെ പറയാം. നൈജീരിയയിൽ രണ്ട് പേർ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, കുറേ കാലമായി. മെസ്സേജ് അയച്ചെന്തെന്ന് വെച്ചാൽ അവിടെ ഒരു ബാങ്കിൽ നിന്ന് ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഈ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയത്. ഏതോ ഒരു കോടീശ്വരൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഡീഡ് ഉണ്ടാക്കി വെച്ച്, സ്ഥിര സാധനമാണ് ഡീഡ് ഉണ്ടാക്കി. ഞാൻ വീണ്ടും പെട്ട് പോകുമായിരുന്നു അതിനകത്ത്. ഡീഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഡീഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പാവങ്ങളെ, ഇന്ത്യയിലെ പാവങ്ങളെ, അങ്ങനെയാണ്, ഇന്ത്യയിലെ പാവങ്ങളെ സഹായിക്കണം. അപ്പോൾ കണ്ടുപിടിച്ചു കൊടുക്കുകയും നമ്മൾ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പകുതി പൈസ എനിക്ക്, ചെറിയ പൈസയല്ല, ഡോളറിലാണ് ഓഫർ. ഞാനിത് അങ്ങനെ വളരെ ആവേശപ്പെട്ട് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം നമ്മൾ വലിയ സ്വപ്നങ്ങളുണ്ട്, ഇത്രയും പൈസയൊക്കെ കൊണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്തുകൂടെ, ഡോളറല്ലേ. പ്രത്യേകിച്ച് എനിക്ക് വേറെ കുറേ സ്വപ്നങ്ങളുള്ള ആളാണ് ഞാൻ. ഈ സർവീസിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറച്ചൊരു ക്യാമ്പസൊക്കെ ഉണ്ടാക്കി കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പൈസ വേണം എനിക്ക്. അപ്പോൾ നാട്ടുകാരുടെ സംഭാവന വയ്ക്കാൻ പറ്റത്തില്ല. ഞാനിതൊക്കെ വീണു, പോയി പിന്നൊരു സാധനത്തിൽ വീണു. അത് എല്ലാം ലാസ്റ്റ് പിന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അയാൾ ചില കമ്മ്യൂണിക്കേഷൻസ് എനിക്ക് എൻ്റെ അത് അയച്ചു കൊടുക്കും, ഇത് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് തോന്നിക്കാണും. ഞാൻ ലാഗ് ചെയ്തപ്പോൾ പുള്ളിക്ക് തോന്നിക്കാണാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ദിവസം എനിക്ക് ലോട്ടറി അടിച്ചു. അമേരിക്ക ലോട്ടറി അടിച്ചിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾ എന്നെ സെലക്ട്, ഇതെല്ലാം മെയിൽ വഴിയൊക്കെയാണ് പോകണം, അന്ന് വാട്സപ്പില്ല. എന്നെ എങ്ങനെ സെലക്ട് ചെയ്തു? അപ്പോൾ എനിക്കൊരു ആവേശം വന്നിട്ട് എങ്ങനെ എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം, സ്വകാര്യ സ്ഥാപനം. അപ്പം ഉടനെ തന്നെ ലോട്ടറി അടിച്ചു. അത് നിങ്ങളെ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെ പിന്നെ നിങ്ങളുടെ ഈ ഇമെയിലിൽ നിന്നാണ് നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഇമെയിൽ വെച്ചിട്ടാണ് ഞങ്ങളിത് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, മൊബൈൽ നമ്പറല്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, ഇത്ര ലക്ഷം രൂപ, ഇത്ര ഡോളറാണ് തന്നിരിക്കുന്നത്, അത് ഇന്ത്യൻ മണിയായിട്ട് നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ആവേശമായി. ഡോക്യുമെൻ്റ് അയക്കുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എൻ്റെ ഒരു അമേരിക്കൻ ഫ്രണ്ടിനെ യാദൃശ്യമായിട്ട് ഞാനൊന്ന് വിളിച്ചു, ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ISD വിളിച്ചിട്ട് എന്നെ ഒന്ന് തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടായിട്ട് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞ് എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. തനിക്ക് ഭ്രാന്തുണ്ടോ? ഏതെങ്കിലും ലോട്ടറി കമ്പനി ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും പൈസ കൊടുക്കുമോ? നമ്മൾ ലോട്ടറി എടുക്കാതെ നമ്മളിത് എടുത്തില്ലല്ലോ ഒന്നും. അപ്പം ഞാൻ പറഞ്ഞു ലക്കി ഡ്രാ. എന്ത് ലക്കി ഡ്രാ? ഇന്ത്യയിലിരിക്കുന്ന നിങ്ങൾക്ക് ലക്കി ഡ്രാ എന്ന് പറഞ്ഞാൽ അമേരിക്കുന്ന ഒരാൾ നിങ്ങളെ ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ അക്കൗണ്ട് എടുത്ത് പേരെടുത്ത് ഡോക്ടറില്ലാന്ന് പഴയ കഥയാണ്, സുഭാഷ് ചന്ദ്രബോസ് എന്ന് എഴുതി അതിൽ ഡ്രോ ഇട്ട് അതിൽ നിങ്ങൾക്ക് തരുമോ? ഒരു കാരണവശാലും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ലോട്ടറി തട്ടിപ്പ്, ഈ ഓൺലൈൻ ലോട്ടറിയുടെ തട്ടിപ്പ്, അടിച്ചു എന്നുള്ള തട്ടിപ്പ്, പിന്നെ ജോലി തരാമെന്നുള്ള തട്ടിപ്പ്, ബന്ധുമിത്രാദികൾ മരിച്ചു പോയവരെ സ്വത്ത് ബാങ്കിൽ ഇരിക്കുന്നത് നമുക്ക് തരാമെന്നുള്ള തട്ടിപ്പ്, ഡീഡൊക്കെ തട്ടിപ്പ്, ഈ പറഞ്ഞ വിർച്വൽ അറസ്റ്റിൻ്റെ തട്ടിപ്പ്, ലോണിന് ജാമ്യം നിന്നതിൻ്റെ തട്ടിപ്പ്,
ഇങ്ങനെ സൈബർ ലോകത്ത് വലിയ കുഴികളാണ്. ഇതിനേക്കാൾ വലിയ കുഴികൾ ഇരിക്കുന്ന സ്ത്രീകളുടെ പുറത്താണ്, കുട്ടികളുടെ പെൺകുട്ടികളുടെ പുറത്താണ്. അവരുടെ ഫോട്ടോ കിട്ടുക, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുക, അവരുടെ ചെറിയ വോയിസ് എങ്കിലും കിട്ടുക. ഒരു വോയിസ് മതി അവർക്ക് നമ്മളോട് സംസാരിച്ചിട്ട്, പെൺകുട്ടികളായിട്ട്. ഈ വോയിസ് അവരെന്ത് ചെയ്യും? വച്ച് ചതിക്കും. മനസ്സിലായില്ലേ? പിന്നെ ട്രാപ്പ് ചെയ്യും. ആ ഫാമിലിക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യും. ഇതൊരു വലിയ ചതിക്കുഴിയാണ്. അപ്പോൾ ഏത് കാര്യം അറിഞ്ഞാലും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി ഒരു ചതി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വാട്സപ്പ് വഴിയാണ് കൂടുതൽ പോകുന്നത്. ചികിത്സാ സഹായം, കിഡ്നി വേണം, അല്ലെങ്കിൽ കിഡ്നിക്ക് സഹായം. അതൊക്കെ കിഡ്നിയൊക്കെ വെച്ച് അയാൾ ചത്ത് വേണം ചിലപ്പോൾ. അതെപ്പോഴോ വന്നൊരു മെസ്സേജാണ്. ഈ മെസ്സേജുകൾ ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാതെ തൻ്റെ നമ്പർ കൂടെ വയ്ക്കും. ഇപ്പം ഞാൻ സുരേഷ് എന്ന് പറയുന്ന ആളിന് കിഡ്നി വേണം, എല്ലാം വെച്ചിട്ട് 3-4 നമ്പർ വെക്കണ കൂടുതൽ എൻ്റെ നമ്പർ കൂടെ വയ്ക്കും. ഈ അയക്കണ ആളിനെ അറിയാം. അപ്പോൾ എൻ്റെ നമ്പർ ആദ്യം വയ്ക്കും, എന്നിട്ട് ബാക്കി മറ്റുള്ളവരുടെ നമ്പർ വയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ നമ്പർ മാത്രം വയ്ക്കും. പൈസ പറഞ്ഞ എവിടെയായിരിക്കും? എനിക്കായിരിക്കും. ഈ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. മറ്റേ രോഗികളായതുകൊണ്ട് രോഗിയുടെ നമ്പർ വെക്കാനും പറ്റൂലല്ലോ. രോഗി നമ്പർ വയ്ക്കാൻ ഗുലാകൾ കിടപ്പില്ല, രോഗിയല്ലേ. ഇങ്ങനെ രോഗികളുടെ പേരിൽ തട്ടിപ്പാടത്തുന്നുണ്ട്. ഈ സൈബർ ചതിക്കുഴികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ, നമ്മൾ മുമ്പോട്ട് നീങ്ങാൻ. കാരണം അത്ര ഒരു ചതികളുടെ ഒരു ചുറ്റും ചതിയാണ്. നെറ്റുമാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയും പോലെ ചീറ്റിങ്ങിൻ്റെ നെറ്റുണ്ട് എല്ലാ ഭാഗത്തും. ഒരു ലാസ്റ്റ് പോയിന്റ്, 70 വയസ്സുകാരനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടിട്ട് 18 വയസ്സുകാരിക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മറൈൻ ഡ്രൈവിൽ വിളിച്ച കഥയുണ്ട്. നമ്മൾ കേട്ടതാണ്. ഫേസ്ബുക്കിൽ മറ്റേ DP മാത്രം ചിത്രം മാറ്റി ഇട്ടിട്ട്, ചെറുപ്പത്തിലെ ചിത്രം ഇട്ടിട്ട് 18 വയസ്സുകാരെ പെൺകുട്ടിയെ മറൈൻ ഡ്രൈവിൽ വിളിച്ചു, 70 വയസ്സുകാരൻ. അപ്പോൾ ഇതൊക്കെ ചതികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ ചതികളാണ് ഇതെല്ലാം ജീവിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സൈബർ ചതികൾ, വെർച്വൽ അറസ്റ്റ് അടക്കമുള്ള എല്ലാം ഞാനീ പറഞ്ഞൊരു 6-7 ഏരിയയിൽ എനിക്ക് എൻ്റെ 3-4 അനുഭവമുണ്ട്. പക്ഷെ ഒന്നിലും ഞാൻ പെട്ടില്ല, അങ്ങോട്ട് വീണില്ല. പക്ഷേ ഞാൻ മോഹമുള്ളതുകൊണ്ട് ഞാനും അതിൻ്റെ പിറകെ കുറച്ചൊക്കെ ഓടി, കുറച്ച് പോയി.